Hi. Hi. Karagal, Pakistan? Yes. Where are you from, by the way? I'm from India. Oh, yeah. India. That's cool. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകുന്ന വഴി. തുർക്ക്മെനിസ്ഥാൻ ഒരു വിജനമായിട്ടുള്ള ബോർഡർ. ഞാൻ ഇങ്ങനൊന്നുമല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്തിന്റെ ബോർഡർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഐശ്വര്യ റായ്. രാജ്കുമാർ. ഇതിങ്ങനെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് കിടക്കാണല്ലോ. ഇതിനകത്തും ഇത് കണ്ടോ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബോഡി കയറ്റി വെച്ചിട്ട് സെമിത്തേരി അവിടേക്കാണ് ഞാനിപ്പോൾ കയറി വന്നിരിക്കുന്നത്. ഒരു വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് കിട്ടുമല്ലോ നമുക്ക്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാമോ? തുർക്ക്മെനിസ്ഥാൻ്റെ വളരെ അടുത്തുള്ള ഉസ്ബെക്കിസ്ഥാനിലെ നുക്കുസ് എന്ന് പറയുന്ന നഗരത്തിലാണ്. റിപ്പബ്ലിക് ഓഫ് കരകൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഓട്ടോണോമസ് റീജനെ പറ്റി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഉസ്ബെക്കിസ്ഥാനകത്ത് ഏത് സമയത്തും പുതിയൊരു രാജ്യമായിട്ട് മാറാൻ സാധ്യതയുള്ള ആ ഒരു ഓട്ടോണോമസ് റീജനായിട്ടുള്ള കരകൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇവരുടെ 2 മില്യൺ വരുന്ന പോപ്പുലേഷനുള്ള ആ ഒരു വലിയ വിജനമായിട്ടുള്ള ഡെസേർട്ടഡ് പ്രദേശത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള നുക്കുസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഇന്ന് തുർക്ക്മെനിസ്ഥാൻ കാണാൻ വേണ്ടി പോവുകയാണ്. തുർക്ക്മെനിസ്ഥാൻ ബോർഡർ വരെ ഞാൻ പോകും. നമുക്ക് തുർക്ക്മെനിസ്ഥാനിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഏഷ്യയിലെ നോർത്ത് കൊറിയ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തുർക്ക്മെനിസ്ഥാൻ്റെ ബോർഡർ പോകാൻ പറ്റുമോ, അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് സൂപ്പർ എക്സൈറ്റഡ്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു യാത്രയിൽ തുർക്ക്മെനിസ്ഥാൻ പോകണം എന്നുള്ളത്. പക്ഷേ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഫാക്റ്റ്. അപ്പോൾ നമുക്ക് ബോർഡറെങ്കിലും പോയി കാണാം. അതല്ല എൻ്റെ ഒരു രീതി. ടെക് ട്രാവൽ ടു KL to UK ചോദിച്ച് പോകാം യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ രാവിലെ നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിയുള്ള ജാക്കറ്റൊക്കെ എടുത്തിട്ടത്. രാവിലെ 3 ഡിഗ്രിയാണ്. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. മഴയും കൂടെ പെയ്തുകൊണ്ട് മൊത്തത്തിൽ തണുപ്പായി. ഇനി അങ്ങോട്ട് നമുക്ക് എക്സ്ട്രീം തണുപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പ്രത്യേകിച്ച് റഷ്യയും ജോർജിയയും അർമേനിയയും പിന്നെ യൂറോപ്പൊക്കെ എക്സ്ട്രീം തണുപ്പിൻ്റെ സ്ഥലങ്ങളായിരിക്കും. നമുക്ക് ഇതുവരെ ഈ യാത്രയിൽ ഒരു സ്നോഫോൾ കിട്ടിയിട്ടില്ല. അത് ഞാൻ മിക്കവാറും ജോർജിയയിൽ നിന്നും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐ ഹോപ്പ് സോ. എന്തായാലും രാവിലെ ഇപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. 2 മുട്ട കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ വിജനമാണ് ഈ സിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെയൊക്കെ പോപ്പുലേഷൻ വളരെ കുറവാണ്. പിന്നെ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ റോഡിലൊന്നും അധികം ആൾക്കാർ നമുക്ക് കാണാൻ പറ്റത്തില്ല. എക്സ്ട്രീംലി വിജനമാണെന്ന് തന്നെ പറയാം. സമ്മർ ആകുമ്പോഴത്തേക്കിനും കുറച്ചെങ്കിലും ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു എയർപോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നുക്കുസിൽ എയർപോർട്ടുണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. നമ്മളിന്നലെ ഇവിടെ നിന്ന് ട്രെയിനിലാണ് വന്നത്. ഇന്ന് രാത്രി നമ്മളിവിടെ നിന്ന് ഇനി കസാക്കിസ്ഥാനിലേക്ക് ട്രെയിൻ എടുക്കും. അതൊരു 20 മണിക്കൂർ വരുന്നൊരു ട്രെയിൻ യാത്രയാണ്. അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും പോകേണ്ടത്. ഇവിടുത്തെ ട്രെയിനുകളൊക്കെ വിജിറ്റമാണ്. ട്രെയിനിലൊന്നും വലിയ ആളും തിരക്കൊന്നുമില്ല. സമ്മറിലെല്ലാവരും യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതുമല്ല, ട്രെയിനിൻ്റെ കാടി ഫാസ്റ്റായിട്ട് ബൈ റോഡ് പോകാൻ പറ്റുമ്പോൾ ആളുകൾ ട്രെയിൻ പ്രിഫർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ മുമ്പിൽ ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതിവിടുത്തെ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാർലമെൻറ്റ് മന്ദിരമൊക്കെ പോലെ തോന്നും. അസക്ക ബാങ്ക് എന്നും പറഞ്ഞ് വലിയൊരു ബാങ്ക് ഇവിടെ കാണാം. എന്ത് വീതിയുള്ള റോഡൊക്കെയാണെന്ന് നോക്കി. ഇതിവിടുത്തെ ഏതോ ഒരു ഗവൺമെൻറ് ഓഫീസാണ്. ഇവിടെയൊക്കെ നമുക്ക് ഗവൺമെൻറ് ഓഫീസുകളും അതേപോലെ തന്നെ നമ്മൾ തജിക്കിസ്ഥാനിൽ പോയപ്പോഴത്തേക്കിനും പ്രസിഡൻറ്റിൻ്റെ പാലസും പാർലമെൻറ്റും അതിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ നടന്ന് ഈസി ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നടന്നില്ലേ. പക്ഷേ നമുക്ക് തുർക്ക്മെനിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അതൊന്നും നടപടിയാവില്ല. നിങ്ങൾ നോർത്ത് കൊറിയനെ പറ്റി എന്തൊക്കെയാണോ കേട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഓൾമോസ്റ്റ് തുർക്ക്മെനിസ്ഥാൻ്റെ അവസ്ഥയും. അതായത് ശരിക്കും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് നടക്കുന്ന ഒരു രാജ്യം. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിന് ശേഷം 1991 രൂപവൽക്കരിക്കപ്പെട്ട സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൊന്നാണ് തുർക്ക്മെനിസ്ഥാനും. തുർക്ക്മെനിസ്ഥാൻ്റെ കറൻസി ഭയങ്കര സ്ട്രോങ് ആണ്. തുർക്ക്മെനിസ്ഥാൻ്റെ കറൻസിക്ക് മന്നത്തെന്നാണ് പറയുന്നത്. ഒരു തുർക്ക്മെനിസ്ഥാൻ്റെ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ 24 രൂപയാണ്. അതായത് നമ്മുടെ UAE ദിറംത്തിനെക്കാട്ടിൽ എക്സ്പെൻസീവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ടൂറിസം പോലും ഇല്ലാതെ എങ്ങനെയാണ് തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന്. യെസ്, അവർക്ക് മെയിനായിട്ടുള്ളത് നാച്ചുറൽ റിസോഴ്സസ്, അതായത് ഗ്യാസ്. അതാണ് അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഡോണ്ട് കെയർ അബൌട്ട് ടൂറിസം. അവർക്ക് ടൂറിസം ഒന്നും വേണ്ട. അല്ലെ, ബേസിക്കലി ദ കൺട്രി ഈസ് റിച്ച്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 10-15 വർഷം, ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നത്, ഒരു 10-15 വർഷം അവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യമായിട്ടാണ് വൈദ്യുതി, വെള്ളം, ഗ്യാസ്, ഈ 3 സംഭവങ്ങൾ സർക്കാർ കൊടുത്തിരുന്നത്. എന്നാലോചിച്ച് നോക്കിയേ. പക്ഷേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സിന് വാല്യൂ കൽപ്പിക്കാത്ത രാജ്യങ്ങളിലൊന്നാണ്
തുർക്ക്മെനിസ്ഥാൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നോർത്ത് കൊറിയ പോലെ തന്നെയാണെന്നാണ് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സിന് അവിടെ വലിയ വിലയൊന്നുമില്ല, പ്രസ് ഫ്രീഡം ഇല്ല. അതായത് അവിടുത്തെ രാജ്യത്തെ പറ്റിയോ അവിടുത്തെ പ്രസിഡൻറ്റിനെ പറ്റിയോ ഫ്ലാഗിനെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങൾ എഗെയിൻസ്റ്റായിട്ട് പറഞ്ഞാൽ നാവറത്ത് കളയുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു രാജ്യമാണ് തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യം നമ്മുടെ സെൻട്രൽ ഏഷ്യയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ശരിക്കും വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമല്ലേ. ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണെന്നാണ് പറയുന്നത്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങളുമായിട്ടാണ് അവർ അതിർത്തി പങ്കിടുന്നത്. അതേപോലെ തന്നെ അവരുടെ ഒരു വലിയൊരു ഭാഗം കാസ്പിയൻ സീയുമായിട്ട്, അതായത് കാസ്പിയൻ ലേക്കുമായിട്ടും അവർക്കൊരു വലിയൊരു ബന്ധമുണ്ട്. ഈ കാസ്പിയൻ സീ ഇവിടുത്തെ വലിയൊരു നാച്ചുറൽ റിസോഴ്സും കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഇവർ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഇവരുടെ നെയ്ബറിങ് കൺട്രീസ് ആയിട്ടുള്ള ഇറാൻ, അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ, പിന്നെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, ഈ രാജ്യങ്ങളുമായിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. തുർക്ക്മെനിസ്ഥാനിൽ ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് ഈ സോവിയറ്റ് യൂണിയനിൽ നിന്നും തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായ സമയത്ത് ഇവർക്ക് ഏകദേശം ഒരു 3 ഡിക്റ്റേറ്റേഴ്സാണ് ഇതുവരെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ആദ്യത്തെ ആളെന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സപ്പർ മുറാത്ത് നിയാസോ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു തുർക്ക്മെൻ ഭാഷി എന്നും പറഞ്ഞുകൊണ്ട് ഒരു നാമകരണമൊക്കെ കൊടുത്തിട്ട് ദ ഫാദർ ഓഫ് ഓൾ തുർക്ക്മെൻ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഫാദർ ഓഫ് ദ നേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, റുഹ്നാമ എന്ന് പറഞ്ഞ പേരിൽ ഒരു പുസ്തകം എഴുതി. അതിനകത്ത് അദ്ദേഹത്തിന്റെ തോട്ട്സും അതേപോലെ തന്നെ തുർക്ക്മെൻ ഐഡന്റിറ്റി, അതിന്റെ രാജ്യത്തിന്റെ ചരിത്രം, അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പുസ്തകം എഴുതിയിട്ട് അത് അവിടുത്തെ സ്കൂളുകളിൽ ഒരു കരിക്കുലമാക്കി മാറ്റി. അതേപോലെ തന്നെ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ഒക്കെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ പേരുകൾ നൽകി. എന്നിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ഓപ്പറ തിയേറ്ററുകളും ബാലേകളും സർക്കസുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം ബാൻ ചെയ്തു, നിരോധിച്ചു. അദ്ദേഹം നഗരത്തിന്റെ ഒരു സ്ക്വയറിൽ ഗോൾഡ് മെൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു റൊട്ടേറ്റിംഗ് ഗോൾഡ് സ്റ്റാച്ചു, അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഗോൾഡ് സ്റ്റാച്ചു നിർമ്മിച്ചു. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ സൂര്യനെ നോക്കി നിൽക്കുന്ന രീതിയിൽ ആ സ്റ്റാച്ചു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം 2006 അടുത്ത പ്രസിഡന്റായിട്ട് വന്ന ഗുർബാങ്കുളി ബെർഡി, ഇവരുടെ പേരൊക്കെ ഭയങ്കര രസം കേട്ടോ, ഗുർബാങ്കുളി ബെർഡി മുഹാദേവ് അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രതിമയുടെ കറക്കം നിർത്തിച്ചിട്ട് കലണ്ടറൊക്കെ വീണ്ടും ബാക്കി നോർമൽ പേരുകളിലേക്ക് കൊണ്ടുവന്ന് കുറെ മാറ്റങ്ങളും മറ്റു പരിപാടികളൊക്കെ കൊണ്ടുവന്നു. ഇദ്ദേഹമാണ് ഈ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ തുർക്ക്മെനിസ്ഥാനിലെ വണ്ടികളും അതേപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ വെള്ള കളറിലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്, ഗുർബാങ്കുലി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഒരു വിചിത്രമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അദ്ദേഹം വെള്ള അല്ലാത്ത വേറൊരു തരത്തിലുള്ള കാറുകളും അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള അഷ്ഗാബാദിൽ ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നു. ഈ തുർക്ക്മെനിസ്ഥാൻ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $1000 അടുപ്പിച്ച് മിനിമം നമുക്ക് ചെലവുണ്ട്. നമ്മളൊരു ടിബറ്റിലൊക്കെ യാത്ര ചെയ്തതുപോലെ തന്നെ ഒരു പാക്കേജ് എടുത്തിട്ട് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിമാനം വഴിയോ ലാൻഡ് ബോർഡർ വഴിയോ നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റും. ഫ്ലൈറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും ഐഷാബാദിലേക്ക്. എക്സ്പെൻസീവ് ആയിരിക്കും, ഉറപ്പായിട്ട് എന്തായാലും എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ അവിടെയുള്ള ഒരു സ്റ്റേറ്റ് മൈഗ്രേഷൻ സർവീസസിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിലോ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ എടുക്കണം. ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് വിസ കിട്ടുകയുള്ളൂ. അതുതന്നെ ഞങ്ങൾ ഞാൻ പല ട്രാവൽ ഏജൻസി വഴി ചോദിച്ചപ്പോഴും ഇൻവിറ്റേഷൻ കിട്ടാൻ പാടാണ്. അവരൊരു ഗ്യാരണ്ടിയും പറയില്ല, പക്ഷെ പൈസ ആദ്യം കൊടുക്കണം. ഇത് ഇൻവിറ്റേഷൻ കിട്ടുമോ എന്നുള്ളതിലൊരു ഗ്യാരണ്ടിയും പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോക്കിയതാണ്, പല ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവരൊരു ഗ്യാരണ്ടിയും പറയുന്നില്ല. ഒരു ഗ്യാരണ്ടി പോലും പറയാൻ നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ട് നമ്മളെ പറ്റിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അത് മാത്രമല്ല, ഒരു ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ടൂർ ഗൈഡിന്റെ കൂട്ടത്തിൽ മാത്രമേ നമുക്ക് ഇവിടേക്ക് സാധ്യമാവുകയുള്ളൂ പോകുന്ന ഒരു പരിപാടി. ഇപ്പോഴും കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ അങ്ങനെ പല സംഭവങ്ങളും അവിടേക്ക് പോകാനായിട്ട് വേണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും വെരി സൂൺ ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് തുർക്ക്മെനിസ്ഥാനിലേക്ക് ഞാൻ പോകുന്നതായിരിക്കും. ഇതിവിടുത്തെ ഒരു ഇൻഡോർ ഔട്ട്ഡോർ സ്പോർട്സ് കോംപ്ലക്സ് ആണ്. ഇവിടെ ഔട്ട്ഡോർ സ്പോർട്സ് കോംപ്ലക്സ് വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, ടർഫും മറ്റുമൊക്കെ. അപ്പോൾ ഇവർക്ക് ഇൻഡോർ സ്പോർട്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സ്വിമ്മിംഗ് പൂളും ഹീറ്റഡ് സ്വിമ്മിംഗ് പൂളും
പിന്നെ ജിംനേഷ്യം അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. ഇന്നലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉസ്ബെക്കിസ്ഥാൻ്റെ കുറേ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പല സ്ഥലത്തു നിന്നായിട്ട് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പാരീസ് 2024 ഒളിമ്പിക്സിൽ സമ്മാനങ്ങൾ നേടിയ ആളുകളുടെ ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ കുറേ സ്പോർട്സിൻ്റെ ബിൽഡിങ്ങുകളുണ്ട്. കണ്ടില്ലേ, ഒളിമ്പിക്സിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇവർ അത്യാവശ്യം കാര്യമായിട്ട് ഒളിമ്പിക്സിന് വേണ്ടി ആളുകളെ ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവങ്ങളൊന്നും കാണില്ലല്ലോ. ഇവിടെ നമുക്കൊരു പാർക്ക് കാണാം. ഈ ഒരു പാർക്കിൽ നമുക്ക് 2 ഫ്ലാഗ് കാണാം. ഒന്ന് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്ലാഗാണ് ആ ലെഫ്റ്റിൽ കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റിപ്പബ്ലിക് ഓഫ് കരകൽപക്സ്ഥാൻ്റെ ഫ്ലാഗ് എന്ന് പറയുന്നത്. അതായത് ഉസ്ബെക്കിസ്ഥാൻ്റെയും റിപ്പബ്ലിക് ഓഫ് കരകൽപക്സ്ഥാൻ്റെയും ഫ്ലാഗ് വെച്ചിട്ടുള്ള വലിയൊരു ഫ്ലാഗ് പോളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഭയങ്കര വലുതാണല്ലോ, അടിപൊളി. ഒക്കെ വിജനമാണ്. അവിടെ കുറച്ച് പെൺകുട്ടികൾ എന്തോ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന ഞാനിങ്ങനെ കണ്ടു. ഞാൻ പോയി നോക്കട്ടെ അവരോട് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. അവരെന്തോ ഫോട്ടോഷൂട്ടിന് എന്തോ പരിപാടിക്കായിട്ട് വന്ന ആൾക്കാരാണ്. ഹായ്, കൊള്ളാലോ, നല്ല റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഹായ്, ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ വിത്ത് യു? ഫോട്ടോ 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 വിത്ത് യു? യാ. ഹായ്. Karakalpakstan? Yes. Uzbekistan? Yes. Karakalpakstan? Yeah, we are from Karakalpakstan. Karakalpakstan. Yeah. Okay. So what is this dress? It's our national clothes. Your national clothes? Yeah. Okay. And where are you from, by the way? I'm from India. Oh, yeah. India. That's cool. Nice to meet you. Yeah, You're looking nice good to in meet this. you too. Thank you. Yeah. Thank you. Bye-bye. Bye. ഇവിടെ ഈ ഉസ്ബെക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ പുതിയ ജനറേഷൻ അത്യാവശ്യം ആളുകളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ ആ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ നാഷണൽ ഡ്രസ്സാണ് അത്രേ ആ കാണുന്ന ഒരു റെഡ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഉസ്ബെക്കിസ്ഥാനും കരകൽപക്സ്ഥാനും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ കൾച്ചറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. ഈവൻ ഫുഡിൽ പോലും വ്യത്യാസമുണ്ട്. കരകൽ പാകിസ്ഥാൻ എന്നാണ് അവർ പറയുന്നത്. കരകൽ പാകിസ്ഥാൻ എന്താണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. കാണാത്തവർ തീർച്ചയായും ഇന്നലത്തെ വീഡിയോ കണ്ടു നോക്കുക. റോഡുകളൊക്കെ എന്ത് വിജനമല്ലേ, ഒരു മനുഷ്യനും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഹർത്താലിൻ്റെയും ബന്ദിൻ്റെ അന്നൊക്കെ എങ്ങനെയാണോ അതേപോലെ ഇരിക്കും. നിങ്ങൾ ഈ ഓരോ രാജ്യത്ത് പോകുമ്പോഴും അതാത് രാജ്യത്ത് ആളുകൾ ഉപയോഗിക്കുന്ന മാപ്പ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഈ കാണുന്ന ഈ ആൻഡെക്സ് മാപ്പ് വേണം ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ. നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. റഷ്യ, ഈ ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ ഈ ഭാഗത്തെല്ലാം ഈ ആൻഡെക്സിൻ്റെ മാപ്പുകളാണ് ആക്യുറേറ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ പോലും നമുക്ക് മര്യാദയ്ക്കൊന്നും കിട്ടത്തില്ല. ചൈനയിൽ പോയി കഴിഞ്ഞാൽ ബൈദു ആണ്, പക്ഷേ അത് ചൈനീസ് വേർഷൻ മാത്രമേ ഉള്ളൂ. കുറച്ചെങ്കിലും വർക്ക് ചെയ്യുന്നത് ആപ്പിൾ മാപ്പാണ്. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ മാപ്പുകളുണ്ട്. ആ മാപ്പുകൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അപ്ഡേറ്റും കിട്ടില്ല. ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടോ? അതിൻ്റെ മുമ്പിൽ ഐഫൽ ടവർ വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളത് F&J ഗസ്റ്റ് ഹൗസ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ കണ്ടായിരുന്നു ഈ സംഭവം. ഇത് ഇവിടെ 500-600 എന്താ ഉണ്ടായിരുന്നുള്ളൂ റൂമിന്. ഇവിടെ ഉണ്ട് ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റ്, സോഫ്രാം ടർക്കിഷ് റെസ്റ്റോറൻറ്റ് എന്ന്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടാ, ഇതാണ് ഇവിടുത്തെ വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. എല്ലാ വീടുകൾക്കും ഇതുപോലെ ഫെൻസിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവും. ഗേറ്റും കാര്യങ്ങളും ഫെൻസിങ് അതൊക്കെ വളരെ കോമൺ ആണ് ഇവിടെ. നേരം വെളുത്ത് സൂര്യനൊന്ന് വീട്ടിൽ നിന്ന് എണീറ്റ് വരണം എന്നുണ്ടെങ്കിൽ 11 മണിയാവും. 11 മണിയായി. ഇപ്പോഴാണ് സൂര്യനൊന്നും പതുക്കെ പൊങ്ങി വരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പകലൊക്കെ വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ രാവിലെ 8 മണിയാകുമ്പോഴാണ് നേരം വിളിക്കുന്നത്. വൈകിട്ട് 5 മണിയാകുമ്പോൾ നേരെ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ടൗണിൻ്റെ ഒരു മെയിൻ പ്രദേശത്തേക്ക് നടക്കുകയാണ്. ഇവിടെ നിന്ന് തുർക്ക്മെനിസ്ഥാൻ ബോർഡറിലേക്ക് ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. അങ്ങനെയാണ് നമുക്ക് അതിൽ കയറി പോകണം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ നുക്കസ് എന്നൊക്കെ പറയുന്നത് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമൊന്നുമല്ല. ഇവിടെ ആക്ച്വലി ആരെങ്കിലും ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അവർ ഈ തുർക്ക്മെനിസ്ഥാൻ പോകാൻ വേണ്ടി വരുന്നവരോ തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് വരുന്നവരോ ഒരു ട്രാൻസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ റോഡ് ട്രിപ്പും സൈക്കിൾ ട്രിപ്പും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ യൂറോപ്യൻസ് ഇവിടെ വരാറുണ്ട് സൈക്കിൾ എടുത്തിട്ട് കറങ്ങാനും. പിന്നെ യൂറോപ്യൻസിന് ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാമല്ലോ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരു രാത്രി ഹോൾട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ നുക്കസ് എന്ന് പറയുന്നത്. ഞാൻ തുർക്ക്മെനിസ്ഥാൻ ബോർഡറിൽ പോകാനായിട്ടൊരു ടാക്സി ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഏകദേശം 600 രൂപയാണ് കാണിക്കുന്നത്. അത് ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട്, 40 കിലോമീറ്റർ. അങ്ങനെ എൻ്റെ വണ്ടി വന്നു. അസ്സലാമു അലൈക്കും. അങ്ങനെ ഒരു ടാക്സിക്കാരൻ ചെക്കനെ കിട്ടിയിരിക്കുകയാണ്. ഐ വാണ്ട് ടു ഗോ ടു ഖജായിലി Turkmenistan border. I go, come back. Обратно. Хайду группа. Okay. I go take some photo, video and come back. Okay? I pay you. Okay.
പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. Where from? Huh? Where from? I'm from India. India. I'm from India. You Karakpal. What is it? Karagal, Pakistan. Karagal, Pakistan. Okay. ഇവിടെ എല്ലാവരും കരകൽ പാകിസ്ഥാൻ എന്നാണ് പറയുന്നത്. ഇവർ ഉസ്ബെക്കുകളെന്ന് പറയത്തില്ല. ഇവർ എല്ലാവരും ഇവിടുത്തെ കരകൽ പാകിസ്ഥാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 40 കിലോമീറ്റർ ഉണ്ട് നമ്മൾ തുർക്ക്മെനിസ്ഥാൻ ബോർഡറിലേക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അറ്റ്ലീസ്റ്റ് കയറാൻ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോകാൻ പറ്റും, പിന്നീട് എപ്പോഴെങ്കിലും. അതൊക്കെ ലാസ്റ്റ് വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് തുർക്ക്മെനിസ്ഥാൻ, നോർത്ത് കൊറിയ ഒക്കെ. അതിൽ മൊത്തത്തിൽ ഒരുമാതിരി മൂടിയ കാലാവസ്ഥയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വന്നായിരുന്നു, സൂര്യൻ വീണ്ടും വീട്ടിൽ പോയി തോന്നുന്നു. വിൻ്റർ അല്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നല്ല വെയിലൊക്കെ കിട്ടിയ ലോട്ടറിയാണ്. ഇവിടെ നിന്ന് കസാഖിസ്ഥാനിൻ്റെ അൽമാട്ടിയിലേക്ക് ബസ്സുണ്ട്. ഞാനിവിടെ ഒരു ബസ് കണ്ട് അവിടെ കിടക്കുന്ന അൽമാത്താന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചുകൊണ്ട് തഷ്കന്റ് വഴി പോകുന്നതാണ്. ദൈവമേ, എത്ര ദിവസം എടുക്കുമോ? 2 ദിവസം എടുക്കുമായിരിക്കും ബസ് അവിടെ എത്താനായിട്ട്. ഇവിടെ റെയിൽവേ ലൈനൊക്കെ ഉണ്ടല്ലോ. ഇത് തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകുന്ന വല്ലതാണോ അറിയില്ല. ചിലപ്പം വേറെ ഏതെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ തുർക്ക്മെനിസ്ഥാൻ പോകുന്നതായിരിക്കും. ഇലക്ട്രിഫൈഡ് ഒന്നുമല്ല. പക്ഷെ ഇത് കണ്ടിട്ട് ട്രെയിൻ പോകുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് വേറെ ഏതോ ട്രാക്ക്. 2-3 ട്രാക്കുകളുണ്ട് കേട്ടോ ഇവിടെ. ഗുഡ്സ് ട്രെയിനൊക്കെ വന്ന് കിടപ്പുണ്ടല്ലോ. ഇതെന്തോ ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിലേക്ക് എന്തോ സാധനങ്ങളായിട്ട് വന്ന ഗുഡ്സ് ട്രെയിനാണ്. ദൂരെ കാണുന്നത് ഒരു സെമിത്തേരിയാണ്. തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞ ബോർഡ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം തുർക്ക്മെനിസ്ഥാൻ. പുറത്ത് ആകെ ഇങ്ങനെ മൂടി കിട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകുന്ന വഴി. കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളാണ്. ഇവൻ്റെ വണ്ടിയിൽ ഫ്ലാഗ് ഉണ്ടോ? ഇത് ഇവരുടെ നാടിൻ്റെ ഫ്ലാഗ് ആട്ടോ. ഉസ്ബെക്കിൻ്റെ ഫ്ലാഗ് അല്ല, കരകൽ പാകിസ്ഥാൻ്റെ ഫ്ലാഗാണിത്. ഇപ്പോൾ ഒരു 10-15 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തുർക്ക്മെനിസ്ഥാൻ്റെ ബോർഡറിലെത്തുന്നതാണ്. തുർക്ക്മെനിസ്ഥാനിൽ നിന്നുള്ള കാറ്റും മണവും ഒക്കെ നമുക്ക് അനുഭവിച്ച് തിരിച്ചു വരാൻ പറ്റും. തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകുന്ന ട്രക്കുകൾ, ഇന്ധനവുമായി പോകുന്ന ട്രക്കുകൾ. അത് അവരുടെ വണ്ടി കേട്ടോ. TM ആണ്, TR അല്ല കേട്ടോ തുർക്ക്മെനിസ്ഥാൻ. TM ആണ് തുർക്ക്മെനിസ്ഥാൻ. ഞാൻ TR ആണെന്ന് നേരത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഞാൻ ഈ വണ്ടിക്കാരനെ തന്നെ പറഞ്ഞ് സെറ്റാക്കിയത് നന്നായി. ആളും എനക്കും വിജനമായിട്ടുള്ള വഴിയാണ്. ഞാൻ ആളും പെരുമ്പാത്ത സ്ഥലമാണെന്ന് തോന്നി. ഞാൻ പോയിട്ട് തിരിച്ചു പോകാൻ പണി പാളിയനെ. ഞാൻ പുള്ളിയോട് പറഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് എന്നെ 1-2 സ്ഥലങ്ങളൊക്കെ കാണിക്കണം, എന്നിട്ട് തിരിച്ചു കൊണ്ടുവിടണം എന്ന് ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ദൂരെ എനിക്ക് അതിർത്തി കാണാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ വേറെ ആളും അനക്കോ ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ല. ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. അയ്യോ, ഇത് വണ്ടി ഇന്ത്യയൊന്നും പോകുന്ന സ്ഥലമല്ലെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബോർഡറുണ്ട്, വേറെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇത്ര വിജനമായിട്ടുള്ളൊരു അതിർത്തി ഞാൻ വേറെ തന്നെ കണ്ടിട്ടില്ല. തുർക്ക്മെനിസ്ഥാൻ തന്നെ വിജനമാണെന്ന് കേട്ടിട്ടുണ്ട് പലതും. ഞാൻ വളരെ അപൂർവം വീഡിയോകൾ മാത്രമേ യൂട്യൂബിൽ കണ്ടിട്ടുള്ളൂ. അത് തന്നെ മൊത്തത്തിൽ വിജനമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്, 3-4 വണ്ടികൾ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊണ്ടുപോകാനും പോകാനും ഒക്കെ ആയിട്ട്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു രാജ്യത്തിൻ്റെ ബോർഡർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് വേറൊരു കുന്തവും ഇല്ല, ഒന്നുമില്ല. അങ്ങ് ദൂരെ എനിക്ക് തുർക്ക്മെനിസ്ഥാൻ്റെ ഒരു ബിൽഡിംഗ് കാണാം. അതായത് അങ്ങ് ദൂരെ ബാക്കിലൊരു ഡോം പോലത്തെ ഒരു സ്ഥലം കണ്ടോ, അതാണ് തുർക്ക്മെനിസ്ഥാൻ്റെ ബിൽഡിങ് എൻട്രൻസ്. ഇവിടെ നിന്ന് വണ്ടിയൊക്കെ വളരെ അപൂർവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തുർക്ക്മെനിസ്ഥാനിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിലേക്ക് കയറി വരുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പ്. ബോർഡർ ലൈൻ അത്ര പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. വിജനമായിട്ടുള്ള അതിർത്തി നോക്കിയേ, ഒരു കുന്തവും ഇല്ല. ഇങ്ങനെ ഒരു അതിർത്തി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി. ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ പട്ടാളക്കാരനോട് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കട്ടെ. സമ്മതിക്കുകയാണെങ്കിൽ കയറിപ്പോവാം. എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവർ ഭയങ്കര സ്ട്രിക്റ്റാണ് ബോർഡറിൽ. നോക്കിയിട്ട് വരാം. ആളെ പേരൊന്നും പോകാത്ത ബോർഡറാട്ടോ. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ തോന്നിക്കോട്ടെ. ഞാൻ ഇവിടെ നിന്ന് പുള്ളിയോട് ചോദിച്ച് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി സമ്മതിച്ചു, എടുത്തോളാൻ പറഞ്ഞു. അതാണ് തുർക്ക്മെനിസ്ഥാൻ്റെ എൻട്രി പോയിന്റ്. കണ്ടാന്ന് നോക്കി, അടിപൊളി, പൊളിച്ചില്ലേ. മറ്റേ ആ പച്ച കളറിലെ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി കണ്ടോ, TM എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇതാണ് തുർക്ക്മെനിസ്ഥാനിലേക്ക് പോകുന്ന ട്രക്ക്. അടിപൊളി. ആളും പേരും ഒന്നും ഇല്ലാത്ത ബോർഡർ ആയതുകൊണ്ടേ സമ്മതിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ മുഖം വരാതെ നീ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും തുർക്ക്മെനിസ്ഥാൻ കണ്ടു ദൂരെ നിന്നാണെങ്കിലും. ഞാൻ വരും. എനിക്ക് വരാൻ വേണ്ടി തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണിത് തുർക്ക്മെനിസ്ഥാൻ. പോണ്ടേ നമുക്ക്, നോർത്ത് കൊറിയ ഒക്കെ പോകണ്ടേ. തുർക്കിലേക്ക് പോകുന്ന മറ്റൊരു ലോറി. വേറെ നമ്പർ പ്ലേറ്റ് കണ്ടോ, TM. അടിപൊളിയല്ല. തുർക്ക്മെനിസ്ഥാൻ ഒരു വിജനമായിട്ടുള്ള ബോർഡർ. ഞാൻ ഇങ്ങനൊന്നുമല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. ഞാൻ കുറച്ചും കൂടെ ആളും പേരൊക്കെ ഉണ്ടോന്ന് വിചാരിച്ചു. യെസ്, ഗുഡ്. ഐ ടുക്ക് ഫോട്ടോ. ബോർഡറിലാണെങ്കിൽ റേഞ്ച് പോലും ഇല്ല, ഒരു കുന്തവും ഒന്നുമില്ല. ഞാനാണെങ്കിൽ തുർക്ക്മെനിസ്ഥാന്റെ മന്നത്ത് കറൻസി കുറച്ച് കിട്ടുമെന്ന് ഞാൻ നോക്കി, ഇല്ല. അപ്പൊ കറൻസി ആൾക്കാർ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെങ്ങനെയാണ് കറൻസി മാറുന്നത്? ശരിക്കും ഇത്രയ്ക്ക് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു രാജ്യം വളരെ അപൂർവമല്ല. ഇങ്ങനത്തെ രാജ്യങ്ങൾ
ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ കൂടെ പോലും ഇതിലും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്, വിദേശികളും ബാക്കിയുള്ള ആൾക്കാരൊക്കെ. പക്ഷെ ഇവിടേക്ക് പോകുന്ന ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ. ബുഖാരയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ തുർക്ക്മെനിസ്ഥാൻ ബോർഡറിലേക്ക് പോകാൻ പറ്റും. അത് കുറച്ചുകൂടെ ദൂരമുണ്ട്. ഈ ബുഖാരയിൽ നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്ന ട്രെയിൻ കംപ്ലീറ്റ് ഈ ഒരു തുർക്ക് ബോർഡറിൽ കൂടെ തന്നെയാണ് വന്നത് ബേസിക്കലി. ഞാൻ അവിടെ നിന്ന് പട്ടാളക്കാരനോടെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളാണ്, ഹിന്ദുസ്ഥാനിൽ നിന്ന് വരുന്ന ആളാണ്, എനിക്കിത് കാണാൻ വേണ്ടി വന്നതാണ്, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ സമ്മതിക്കുമെന്ന് ചോദിച്ചു. പുള്ളി ആദ്യം പറഞ്ഞു ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡല്ല. പിന്നെ ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനും പുള്ളിക്ക് എന്നോട് സഹതാപം തോന്നി എടുത്തോളം പറഞ്ഞു ഞാൻ എടുത്താണ്. നൈസ് ടു മീറ്റ് യു. അസ്സലാമു അലൈക്കും. Assalamu alaikum. Walaikum assalam. Patkuda. Food. India. India. Hindustan. Sham. Aishwarya Rai. Rajkumar. Shahrukh Khan. Okay. Thank you. Bye. ഞങ്ങളെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതൊരു ഒന്നൊന്നര സ്ഥലമാണ്. ഞങ്ങളിത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് അപ്പുറത്താണ്. അപ്പോൾ അതിലൂടെ പോകാൻ പറഞ്ഞ് നമ്മൾ വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊരു സെമിത്തേരിയാണ്. പക്ഷേ ഇതൊരു ഒന്നൊന്നര സെമിത്തേരിയാണ്. അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാം. ഇതെന്താ സംഭവം എന്നറിയോ? മിസ്ദഖാൻ നെക്രോപോളിസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതായത് ഇതൊരു സെമിത്തേരിയാണ്. ഈ സെമിത്തേരി എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു പുണ്യ സ്ഥലമാണ്. അത് എങ്ങനെയാ ആയത് എന്ന് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. പേടിക്കേണ്ട, ഇതൊരു ചരിത്ര ക്ലാസ്സോ കാര്യങ്ങളൊന്നുമല്ല. സറോസ്ട്രിയൻ എന്നും പറഞ്ഞുകൊണ്ടൊരു മതമുണ്ട്, അറിയാവും? സൊറോആസ്ട്രിയൻ, അല്ലെങ്കിൽ അത് എങ്ങനെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇതിന്റെ ഹിസ്റ്ററി വായിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു മതം ഉണ്ടായിരുന്ന കാര്യം പോലും എനിക്ക് അറിയാതിരുന്നത്. അതായത് ഒരു പ്രീ ഇസ്ലാമിക് മതമാണ് ഈ ഒരു സൊറോആസ്ട്രിയൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ പേർഷ്യൻസ് അല്ലെങ്കിൽ ഇറാനിൽ ഉത്ഭവിച്ചൊരു മതമാണ്. നമ്മുടെ ഇന്ത്യയിലും വളരെ പ്രോസ്പറസ് ആയിട്ട് ഈ സൊറോആസ്ട്രിയൻ എന്ന് പറഞ്ഞ മതം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ ഇറാൻ ഭാഗത്ത് ഈ ഇസ്ലാം മതം ഒക്കെ ശരി, ബേസിക്കലി ഇതൊക്കെ മതങ്ങളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഇവർ ബേസിക്കലി ഗോഡ് ഓഫ് മൈൻഡ്, അതായത് നമ്മൾ കർമ്മ എന്നൊക്കെ പറയുന്ന പോലെയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി മനസ്സിലായില്ല. ഗോഡ് ഓഫ് മൈൻഡ് ആണ് ഇവർ ശരിക്കും ബിലീവ് ചെയ്തിരുന്നത്. ഒരു പ്രീ ഇസ്ലാം മതമായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ക്രിസ്ത്യൻ ജൂത മതവുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തൊക്കെ ഇവരുടെ ബിലീഫ്സിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പണ്ട്, അതായത് ക്രിസ്തുവിന് 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭാഗത്ത് ഈ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഒരു സെറ്റിൽമെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ബേസിക്കലി അതായത് അഗ്നിയെ ആരാധിക്കുന്നവരായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ വേദങ്ങളൊക്കെ ഉണ്ടല്ലോ, വേദങ്ങളായിട്ടും പുരാണങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവരുടെ ഈ മതവുമായിട്ടൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പലതും വായിക്കുമ്പോഴത്തേക്കിനും പല രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. കറക്റ്റായിട്ടുള്ളൊരു ക്ലിയർ ക്ലാരിറ്റി എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല അത് വായിച്ച് നോക്കുമ്പോഴത്തേക്കിനും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ഏരിയ ആയിരുന്നു ഇവിടെ ഈ ഒരു കരകൽ പാകിസ്ഥാൻ, ഈ ഒരു ഭാഗമൊക്കെ. പിന്നീട് ഈ അറബ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു ഉസ്ബെക്കിസ്ഥാനും ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ കോൺകർ ചെയ്ത സമയത്ത് പിന്നീട് ആ ഒരു സറോസ്ട്രിയൻ എന്ന് പറയുന്ന ആ ഒരു മതം തികച്ചും ഇല്ലാണ്ടായി. പക്ഷെ ഇപ്പോഴും ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ആ ഒരു മതം തികച്ചും ഇല്ലാണ്ടായി. പണ്ട് ഇവരെ ബറി ചെയ്തിരുന്നത് വേറൊരു രീതിയിലാണ്. പിന്നീട് ഈ ഒരു ഇസ്ലാം മത ആ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരെല്ലാവരും കൺവേർട്ടഡ് ആയിട്ട് ഇസ്ലാം മത വിശ്വാസികളായി മാറുകയും പിന്നീട് ആ ഒരു ഇസ്ലാമിക് രീതിയിൽ ഇവരെ ബറി ചെയ്ത് തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ബറി ചെയ്ത് തുടങ്ങിയ ഈ ഒരു സെമിത്തേരി എങ്ങനെയാണ് ഒരു പുണ്യസ്ഥലമായിട്ട് മാറിയതെന്നല്ലേ? ആദം എന്ന് പറയുന്ന ഒരു പ്രവാചകനോ അങ്ങനെ എന്തോ ഒരു സംഭവത്തെ പറ്റി ഞാൻ വായിച്ചു. അങ്ങനെ ഒരു ആദം എന്ന് പറയുന്ന ആള്, ഐ എം നോട്ട് ഷുവർ, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, അറിയാവുന്നൊരു കറക്റ്റ് ചെയ്യണേ. അപ്പൊ അങ്ങനെ ഏതോ ഒരു പുണ്യപ്രവർത്തികളൊക്കെ ധാരാളം ചെയ്തിരുന്ന ഒരാളുടെ മൃതദേഹം ഇവിടെ സംസ്കരിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്ഥലം മുസ്ലിം മതവിശ്വാസികളിൽ ഒരു പുണ്യസ്ഥലമായിട്ട് മാറിയത് എന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു 3-4 കിലോമീറ്റർ വരുന്ന ഒരു കുന്നിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും സ്റ്റെപ്പ് കയറി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഭയങ്കര കാറ്റുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ഇങ്ങ് ദൂരെ ഈ കാണുന്ന വഴി കണ്ടോ,
അതിലൂടെയാണ് നമ്മൾ തുർക്ക്മെനിസ്ഥാൻ ബോർഡറിലേക്ക് പോയത്. നമ്മൾ ഈ സെമിത്തേരികളിൽ ആളുകൾ ധാരാളം വരുന്നുണ്ട്. അവർ പുഷ്പങ്ങളൊക്കെ വെച്ച് പോവുകയും അങ്ങനെ ഒരു മെമ്മറി ഇതിന് വേണ്ടി പല ആൾക്കാരും ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ കുറേ സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ. മിസ്ദഖാൻ കോംപ്ലക്സ് എന്നാണ് ഈ ഒരു ഏരിയനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും കുറേ ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കി പറയുന്നതാണ്. പക്ഷേ ഇവിടത്തേനെ പറ്റി എനിക്ക് കുറേ വായിച്ച് നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് കാര്യമായിട്ടത് പറയാനുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല ഇതുവരെ. ഇതാണെന്ന് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇവരുടെ പ്രധാന വ്യക്തിയുടെ കബറിടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഇതിങ്ങനെ അണ്ടർഗ്രൗണ്ടായിട്ട് കിടക്കാണല്ലോ. നമുക്ക് കാണാം കേട്ടോ. താഴേക്ക് പോകുമ്പോഴത്തേക്കിനും ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, കണ്ടില്ലേ? നോക്കിയേ, വളരെ മനോഹരമായിട്ടുള്ള ഇഷ്ടികകളിൽ പെയിൻ്റൊക്കെ അടിച്ച് ഇത് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കുറേ കബറിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് എഴുതിയിരിക്കുന്നത്, Muslim Khan Sulu is a monumental structure from 14th century, the purpose of which is debated among scholars. Written sources indicated that ഇതാണ് സംഭവം. പിന്നെ ഇവിടെ വേറൊരു ബിലീഫും കൂടെ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതോ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഏതോ ഒരു തകർന്നടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം പോലെ എന്തോ ഒരു സംഭവമുണ്ട്. അത് ഞാൻ കാണുന്നില്ല, അത് എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. ആ കെട്ടിടത്തിൽ നിന്ന് എല്ലാ വർഷവും ഓരോ കല്ലുകൾ അടർന്ന് താഴെ വീഴും. കംപ്ലീറ്റ് കല്ലുകളും അടർന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ലോകാവസാനമാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അവിടെ താഴെ വീണ് കിടക്കുന്ന കല്ലുകളൊക്കെ എടുത്ത് ഇതേപോലെ മുകളിൽ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം ഞാൻ എവിടെയോ കണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഇങ്ങനെ കംപ്ലീറ്റ് ഒരു 3-4 മലകളിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു വലിയൊരു സെമിത്തേരി, അവിടേക്കാണ് ഞാനിപ്പോൾ കയറി വന്നിരിക്കുന്നത്. സെമിത്തേരികളിൽ പോകുമ്പോഴത്തേക്കിനും ഒരു വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് കിട്ടുമല്ലോ നമുക്ക്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. രോമാഞ്ചം രോമാഞ്ചമല്ല കുളിരും ഇങ്ങനെ വല്ലാത്തൊരു, എനിക്ക് ബേസിക്കലി പേടിയാണ് സെമിത്തേരികളിൽ പോകാനായിട്ട്. എന്താ അല്ലേ, ഓരോരോ നാട്ടിലെ ഓരോരോ സംഭവങ്ങൾ. ഇതൊക്കെ ശരിക്കും ഈ പൈതൃക പട്ടികളിലൊക്കെ ഉൾപ്പെടുത്തി ഇട്ടിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെയാണ്. മേ ബി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇത്. ഇതാണ് കേട്ടോ ആ സ്ഥലം. ആദംസ് ഇമാജിനറി ഗ്രേവ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്നും ആ ഒരു ഇഷ്ടിക അടർന്ന് വീഴുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇഷ്ടികയൊക്കെ ഇങ്ങനെ കല്ലിൻ്റെ മേളിൽ കല്ലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ മൊത്തം അങ്ങനത്തെ കല്ലുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ദി കൺസർവേഷൻ ഓഫ് ദിസ് മോണുമെൻറ്റ് was completed in 2024 with support from US Embassy in Uzbekistan through the Ambassadors Fund or Cultural Preservation. ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ കോമൺ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു മലയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വില്ലേജ് ആണെന്ന് തോന്നും നമുക്ക്, അതേപോലെയാണ്. പക്ഷേ ഇതൊക്കെ സെമിത്തേരിയാണ്, ആളുകളെ ബറി ചെയ്തിരിക്കുന്ന സെമിത്തേരിയാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് നേരത്തെ പോയാൽ നമ്മുടെ ആ ഒരു തുർക്ക്മെനിസ്ഥാൻ ബോർഡർ ചെക്ക് പോയിന്റ് നമുക്ക് അങ്ങ് ദൂരെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ആദംസ് ഇമാജിനറി ഗ്രേവ് എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ്. സൊറോസ്ട്രിയൻ്റെ ഒരു ബറിയൽ മെത്തേഡിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവരുടെ ഒരു ബറിയൽ ഗ്രൗണ്ട് ആയിരുന്നു തോന്നുന്നു. ഇവിടെ നമുക്ക് ഇത് കത്തിക്കുമായിരുന്നോ? കാരണം ഇത് കത്തിക്കുന്നതിന് വേണ്ടിയുള്ള ദ്വാരം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോഴത്തേക്കിനും. എന്തായാലും മൊത്തത്തിൽ മിസ്റ്ററി ആട്ടോ. ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് ഒരു മിസ്റ്റീരിയസ് പ്ലേസ് ആണ്. നോക്കി, ഇതൊക്കെ ഉണ്ടോ, ഇഷ്ടികയാണ് കംപ്ലീറ്റ്. ഇതൊക്കെ നല്ല പഴക്കമുണ്ട് കണ്ടോ. അതിനടുത്തായിട്ട് തന്നെ ഇവിടുത്തെ ഒരു കോടീശ്വരൻ്റെ ആണെന്ന് തോന്നുന്നു, 2021 അടക്കിയതാണ്. ഇതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൗതുകം നിറഞ്ഞൊരു കാഴ്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിനകത്തും ഇത് കണ്ടോ, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബോഡി കയറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഇവർ ബറി ചെയ്തിരുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. കത്തിക്കുമായിരുന്നോ അതോ അങ്ങനത്തെ ഒരു കൾച്ചറായിരുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കാറ്റും തണുപ്പുവാ, നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ തണുപ്പാ. എങ്ങനെ തിരിച്ചു പോകുന്നത് ഇനി? വന്ന വഴിയെല്ലാം മറന്നു കേട്ടോ. കാരണം മൊത്തം കല്ലും സംഭവങ്ങളൊക്കെ എടുത്ത് അടുക്കി വെച്ചിരിക്കുകയാണ് ആൾക്കാർ. ഇതൊക്കെ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇത് ഇവർ കുഴിച്ചിട്ടിട്ട് എനിക്കൊന്ന് ആ ബോഡി കൊണ്ടുവന്ന ആ ഒരു ഇത് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാത്തിൻ്റെയും മുകളിൽ അതേപോലെ കാണാൻ പറ്റും. നമ്മൾ ധാരാളം സെമിത്തേരികളിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇവിടെ ഇപ്പോൾ നിലവിൽ കാണുന്ന എല്ലാം വിസിബിളി കാണുന്ന മറ്റേ ഇത് കളറുകളെല്ലാം പുതിയതാണ്. അതായത് 1950 മുതലുള്ള കാലഘട്ടത്തിലുള്ള സംഭവങ്ങളാണ്. പഴയൊന്നും നമുക്ക് വിസിബിളി കാണാൻ പറ്റത്തില്ല. വെരി കോൾഡ്.
ചേട്ടന് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ പുള്ളിയോട് ഞാൻ പറഞ്ഞ് ഒപ്പിച്ചു. എന്നാലും ഇതൊരു വേറെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു മിസ്റ്ററിയാണ് ഇവിടെ കംപ്ലീറ്റ്. മൊത്തത്തിൽ തുർക്ക്മെനിസ്ഥാനി ഒരു മിസ്റ്ററിയാണ്. അപ്പോൾ അതിനടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും അത് അതിലും വലിയ മിസ്റ്ററിയാണ്. എൻ്റെ പൊന്നു, പാവ ഊബർ ഓടിക്കൊണ്ടിരുന്ന, ഊബറല്ല, യാൻഡെക്സ് ഓടിക്കൊണ്ടിരുന്ന ചേട്ടനാ. ആ ചേട്ടനല്ല, പയ്യൻ 71 വയസ്സുള്ളവന്. അന്നേ കിട്ടിയതുകൊണ്ട് ഞാൻ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ തണുപ്പത്ത് അയ്യോ ഈ വണ്ടി പോലും വരാത്ത റോഡിൽ ഞാൻ തിരിച്ചു പോകാനായിട്ട് എന്ത് ചെയ്തേനെ, പെട്ടുപോയനെ. അങ്ങനെ തുർക്ക്മെനിസ്ഥാനും കണ്ട് പുതിയൊരു മതത്തെ പറ്റിയും, പുതിയല്ല പഴയ ഒരു മതത്തെ പറ്റിയും പഠിച്ച് ഇവിടുത്തെ ഒരു സെമിത്തേരിയും കണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. സെമിത്തേരി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മരിച്ച സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുളിക്കണമെന്നാണ് പറയുന്നത് അമ്മ. ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയി കുളിക്കാനൊന്നും വയ്യ. അയ്യോ, അമ്മ എന്നല്ല, പണ്ട് കാലം പോലെ എല്ലാവരും പറയുന്ന കാര്യം. ഇതേ ഒരു ട്രെയിൻ വരുന്നു. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ട്രെയിനാണ്. ഇത് കണ്ടിട്ട് തുർക്ക്മെനിസ്ഥാൻ്റെ ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പച്ച കളർ, ഇതുവരെ കാണാത്ത കൊച്ച്, അടിപൊളി. ഇത് നമ്മളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഉസ്ബെക്കിസ്ഥാൻ്റെ ട്രെയിൻ ഇങ്ങനെ അല്ല. ഓ, അങ്ങനെ നമ്മൾ തുർക്ക്മെനിസ്ഥാൻ്റെ ട്രെയിനും കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി. തുർക്ക്മെനിസ്ഥാൻ്റെ തന്നെ ആയിരിക്കും, ആണെന്ന് തോന്നുന്നു. താങ്ക് യു ബ്രദർ, നൈസ് ടു മീറ്റ് യു. സീ യു, ബൈ ബൈ. അങ്ങനെ തുർക്ക്മെനിസ്ഥാൻ കണ്ടിട്ട് ഞാൻ വന്നു. ഇത് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ ആണ്, ഇൻഡോർ മാർക്കറ്റാണ്. ബൊസോറി എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ബൊസോറി. മീഡിയ പാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഇലക്ട്രോണിക് സാധനങ്ങളും പിന്നെ ഗൃഹോപകരണങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഷെവർലയുടെ ഡമാസ് എന്ന് പറഞ്ഞ വണ്ടി. ഈ വണ്ടിയെ പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതായത് ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ സർക്കാരിൻ്റെ ആണ് ഇത്. ഈ ഒരു ഡമാസ് എന്ന് പറയുന്ന ഷെവർലയുടെ ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ പ്ലാന്റിൻ്റെ ഒരു മെജോറിറ്റി വരുന്ന സ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഉടമസ്ഥത. ഉസ്ബെക്കിസ്ഥാൻ സർക്കാർ ഇടപെട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് ഷെവർലെ. എന്നിട്ട് അവരത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഡമാസ് എന്ന് പറയുന്ന നമ്മുടെ ഈ മാരുതി ഒമിനി പോലത്തെ ഈ കാണുന്ന വണ്ടിയാണ്. ഇത് ഇവിടുത്തെ ഷെയർ ടാക്സിയും പിക്കപ്പ് വാനും എല്ലാമായിട്ട് ഓടുന്ന, ടാക്സി ആയിട്ട് എല്ലായിട്ടും പ്രൈവറ്റ് വണ്ടികളായിട്ടൊക്കെ ഓടുന്ന വണ്ടികളാണ് ഷെവർലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഷെവർലയുടെ വണ്ടികളായിരിക്കും കാണാൻ സാധിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ മൊത്തത്തിൽ. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഏക വിദേശിയായിട്ട് ഞാനിങ്ങനെ നടന്നു പോകുന്നുണ്ട്. എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. എന്തെങ്കിലും പോയി നോക്കാം. അടിപൊളി. ഇതൊക്കെ എന്തത്? സൺഫ്ലവർ സീഡ്, സിഗരറ്റ്, പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ? ഹലോ. ആരും അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല കേട്ടോ, കാരണം അങ്ങനെ ഒരു ടൂറിസ്റ്റുകളെ കാണുന്നില്ലല്ലോ അങ്ങനെ. ഹായ്. യെസ്. ഫോട്ടോ. ഡോളർ. നോ ഡോളർ. ഓക്കെ, അത് ശരി. ഡോളർ ഉണ്ടോന്ന് എന്നോട് ചോദിക്കുക. എന്തെങ്കിലും ഇവിടെ നിന്നാ ഡോളർ? അത്യാവശ്യം മാറാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡോളർ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ക്യാമറ പിടിച്ചാൽ നടക്കുമ്പോൾ നമ്മൾ വ്ളോഗറാണ്, യൂട്യൂബറാണെന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. എല്ലാവർക്കും അറിയാം, പണ്ടത്തെ പോലെ അല്ല. ഇത് മൊത്തം ഒരു ബസാർ ഏരിയ ആണ് കണ്ടല്ലേ. പലതരത്തിലുള്ള അരി, ചെറുപയർ, കടല, ബിസ്ക്കറ്റൊക്കെ കണ്ടോ? ബിസ്ക്കറ്റൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. എങ്ങനെയാണെന്ന് ബിസ്ക്കറ്റ് മിഠായിയൊക്കെ ഇട്ടിരിക്കുന്ന പോലെയാണ് ബിസ്ക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. അടിപൊളിയേ, നൈസ്. എല്ലാവരും എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ട്, ഇവൻ ഏതവനാടാന്നുള്ള രീതിയിൽ. ഇപ്പോഴാണ് ഈ രാജ്യത്ത് വന്നിട്ട് കുറച്ച് ആൾക്കാരെ കാണുന്നത്. കരകൽപക്സ്ഥാൻ. ഇവിടുത്തെ ക്യാരറ്റിൻ്റെ കളർ കണ്ടോ നോക്കി, അടിപൊളി. ഇവരുടെ ചൂല് ഇതാണ് കേട്ടോ, ഇങ്ങനത്തെ ചൂലാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. ഇത് കണ്ടില്ല, ഇത് ഇവരുടെ എന്തോ ഒരു പുല്ലാണ്. ഇങ്ങനത്തെ എന്തോ ഒരു പുല്ല് ഉപയോഗിച്ചാണ് ഈ ചൂലുണ്ടാക്കുന്നത് കണ്ടോ. നമ്മുടെ നാട്ടിലും പണ്ട് പുൽച്ചൂലുണ്ടാക്കത്തില്ല നമ്മൾ, അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്ന എന്തോ ഒരു പുല്ല് വെച്ചിട്ടാണ് ഇവർ ഈ ചൂലുണ്ടാക്കുന്നത്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരറ്റത്ത് ഫുഡ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കാണാം. ഇത് ഇവിടെ നമുക്ക് ഇതുപോലത്തെ ഇതെന്തോ ഇൻസുലേറ്റഡ് ഷീറ്റുകളോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഈ തണുപ്പിനെ പ്രതിരോധിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കാം. ഹാർഡ്വെയർ ഷോപ്പ് എല്ലാം മൊത്തത്തിൽ ഈ ഒരു മാർക്കറ്റ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കിട്ടും. ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, പിന്നെ ഗൃഹോപകരണങ്ങൾ, അങ്ങനെ എന്തൊക്കെ വാങ്ങണോ അതെല്ലാം കൂടെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ മാർക്കറ്റുകളെല്ലാം ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അത് കൊള്ളാം പരിപാടി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രെഡ് ഒഴികെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് തുറന്ന് വെച്ചിരിക്കുക. നമ്മുടെ അവിടെയൊക്കെ ബ്രെഡ് ഇങ്ങനെ കവറിലിട്ടല്ലേ വരുന്നത്, ഇതിങ്ങനെ തുറന്നാണ് വെച്ചിരിക്കുന്നത്. ബ്രെഡ്, ബ്ലാങ്കറ്റ്. ഭൂരിഭാഗം ആൾക്കാരും പ്രായമായിട്ടുള്ള സ്ത്രീകളാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. എന്താ മാർക്കറ്റുകളിൽ അങ്ങനെ യുവാക്കൾ അങ്ങനെ കാര്യമായിട്ട് വരുമായിരിക്കും. വാ വ്ളോഗർന്ന് ഉള്ള പിക്കിൾഡ് കുക്കുംബേഴ്സ്, പിക്കിൾഡ് ടൊമാറ്റോസ്, പിന്നെ പിക്കിൾഡ് ചില്ലി, മുളക്, അങ്ങനെ
സാധനങ്ങളൊക്കെ പിക്കിൾ, അതായത് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഓരോന്ന്. ഇതിനകത്ത് ഞാൻ കയറി പെട്ടെന്ന് എനിക്ക് തോന്നുന്നു, ഇതിന് ഇറങ്ങിപ്പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ലല്ലോ. നമ്മുടെ സ്റ്റേഷനറി ഷോപ്പ് ഉണ്ടോ, സ്റ്റേഷനറി ഷോപ്പ് നല്ല വലിയ മാർക്കറ്റായിരുന്നു. ഞാൻ ഇന്ന് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് ഞാൻ ഇറങ്ങി പുറത്തേക്ക് വന്നു. ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ തൊപ്പി വയ്ക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും തൊപ്പികളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. തൊപ്പി വിൽക്കാൻ വേണ്ടി മാത്രം ഒരു ഏരിയ. ഞാൻ നേരത്തെ നടന്നു പോകുമ്പോൾ കണ്ട സോഫ്രാം ടർക്കിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, ഭയങ്കര റീസണബിൾ പ്രൈസാണ് എല്ലാത്തിനും. എല്ലാം ഒരു 100, 150, 200 ആ റേഞ്ചിലാണ് പ്രൈസൊക്കെ മിക്കതും. ഞാനൊരു തഷ്കൻ ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് തഷ്കൻ ടീ. ഈ ഒരു വലിയ ജഗ്ഗിനകത്ത് മൊത്തം തഷ്കൻ ടീ ആണോ? ഇതെങ്ങനെ ഒഴിച്ചു കുടിക്കുക, എങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പിടിച്ചാൽ അങ്ങനെ ഒഴിച്ചാൽ മതി. തഷ്കൻ ടീ അത് മധുരം ഹണിയൊന്നും ഇല്ലാതെ തരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ചിലപ്പം തഷ്കൻ ടീക്ക് അത് ഹണി ഇട്ട് തരും. ലെമണൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ലെമൺ ടീ കുടിക്കുന്നവരുണ്ട്. ഇതൊരു ടർക്കിഷ് സലാഡാണ്. ഇതിനകത്ത് റെഡ് ഒനിയൻ, ടൊമാറ്റോ, കുക്കുംബർ, പിന്നെ പാഴ്സ്ലി ലീവ്സ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ലെമണൊക്കെ പിഴിഞ്ഞ് തരുന്ന അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു സലാഡ്. അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഇതിനകത്ത് ഇവരുടെ മറ്റേ ടർക്കിഷ് റൈസ് ഇല്ലേ, ആ സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ റൊട്ടി ആക്കി വേണം. ചിക്കൻ അടിപൊളി. ഈ നാൻ ബ്രെഡ് പോലത്തെ ഒരു സാധനമാണ്. ഇത് വേണം കഴിക്കുക. ഇത് ആര് കഴിക്കാനാ? കുറേ കഷ്ണം ചിക്കൻ സ്ക്യൂവേഴ്സ് ഉണ്ട്, പിന്നെ അതിനകത്തും കുറേ സലാഡും സംഭവങ്ങളുണ്ട്. ക്യാപ്സിക്കൊക്കെ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്നു, പിന്നെ തക്കാളിയുണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, പിക്കിൾഡ് ക്യാബേജ്, പിന്നെ ഇതിനകത്തും കുറച്ച് ചോറുണ്ട്, പിന്നെ തക്കാളി. അതാണ് ബേസിക്കലുള്ളത്. എനിക്ക് ഈ പാഴ്സ്ലി ലീവ്സിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി വല്ല ഓസ്ട്രി സോസ് ഉണ്ടോ എന്ന് ചോദിക്കണം. എരിയും പുളിയും വേണ്ടേ? ശരിക്കും ഉണ്ടല്ലോ. ഇനി അടുത്ത 24 മണിക്കൂർ നമ്മൾ ട്രെയിനിൽ പോകാൻ പോകല്ലേ, അപ്പോൾ നല്ല ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇനി ഇപ്പോൾ കഷ്ടമാണ് ട്രെയിനിലൊക്കെ. നല്ല സോഫ്റ്റ് ചിക്കൻ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. എല്ലാം കൂടെ ഒരു 600 രൂപയായി. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കൈക്കൊരു ചെറിയ വേദനയുണ്ട്. കൈക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വിരലിനാണ് വേദന. ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എന്താ സമയം. എനിക്കിപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോഴേക്കും എനിക്ക് ഇവിടെ വിരലിന് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഞാൻ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ തലയുടെ അടിയിലായിട്ട് ഇങ്ങനെ വെച്ച് കിടക്കാറുണ്ട് ചില സമയത്ത്. ഇനി അതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ചെറിയൊരു വേദന ഇങ്ങനെ കയ്യിലുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ കുറവുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മറ്റേ കൈക്ക് വേദന. ഇനി വേറെ വല്ല വേണോ, വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. പനിയോ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. തണുപ്പായതിൻ്റെ ആണോ എന്നും അറിയത്തില്ല. സജാദിന് ഇവിടെ നിന്ന് പോയിട്ട് ആകെ ഇൻഫെക്ഷനായി. നാട്ടിലിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. തണുപ്പല്ലേ, തണുപ്പത്തിങ്ങനെ മാറി മറിഞ്ഞും കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറി നടന്ന് നമ്മുടെ ഹോട്ടൽ എവിടെയാ? ഞാൻ തപ്പട്ടെ. ഇതിവരുടെ ഒരു ആർട്ട് മ്യൂസിയമാണ് ഈ കാണുന്നത്. ഉസ്ബെക്കിസ്ഥാൻ മ്യൂസിയം ഓഫ് ആർട്ട് എന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ കരകൽ പാകിസ്ഥാൻ്റെയും അതേപോലെ ഉസ്ബെക്കിസ്ഥാൻ്റെയും ഫ്ലാഗ് പോസ്റ്റ് ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ല മഴക്കാർ വെച്ച് വന്നിട്ടുണ്ട്. നല്ല മഴയും ഇപ്പോൾ പെയ്യും. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയാണ് മൊത്തത്തിൽ. നമ്മൾ ആ ഒരു USSR സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഗ്ലൗസ് ഒന്നും എടുത്തില്ല. ഗ്ലൗസ് എടുക്കേണ്ടായിരുന്നു. ഭയങ്കര തണുപ്പ്. അതായത് കുത്തുന്ന തണുപ്പെന്ന് പറയത്തില്ലേ, അതുപോലത്തെ കുത്തുന്ന തണുപ്പ്. ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പിൻ്റെ കളികളായിരിക്കും. രസമായിരിക്കും, ഫണ്ണായിരിക്കും. ഇതേ റഷ്യയൊക്കെ എന്താവോ ആവോ. റഷ്യ നമ്മൾ കുറച്ച് ദിവസം ഉള്ളു കേട്ടോ. റഷ്യ എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ, റഷ്യ ഇപ്പോഴത്തെ അവസ്ഥയിൽ റഷ്യ ട്രാവലിംഗ് കുറച്ച് പാടാണ്. അത് മാത്രമല്ല നമ്മൾ റഷ്യ ഇതിനു മുമ്പ് കുറേ കറങ്ങിയതാണല്ലോ. അതുകൊണ്ട് റഷ്യ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ കസാഖിസ്ഥാനിൽ നിന്ന് ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. അത്രാവുന്ന ഷെയർ ടാക്സി കിട്ടും. ഷെയർ ടാക്സി കയറിയിട്ട് നമ്മൾ റഷ്യയിൽ അസ്ട്രഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് വ്ളാഡിക്കാവാജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ബസ് കിട്ടും. അത് ജോർജിയയുടെ ബോർഡർ ടൗണാണ്. അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ ജോർജിയയിലേക്ക് കയറുക എന്നുള്ളതാണ് പ്ലാൻ. ആ ബോർഡർ പല സമയത്തും ഇപ്പോൾ ക്ലോസ്ഡാണ്. കാരണം മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് വെഹിക്കിൾ മൂവ്മെൻറ്റ് പല സമയത്തും ക്ലോസ്ഡാണ് എന്നൊക്കെ ഇങ്ങനെ അറിയാൻ സാധിച്ചു. അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. പക്ഷേ കയറി ഇറങ്ങി കിട്ടണം, എന്നാലേ സമാനമുള്ളൂ. ഈ കൈ പുറത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്ര തണുപ്പാ. ഈ എക്സ്ട്രീം തണുപ്പുള്ള ദിവസങ്ങളിലായിരിക്കും ഞാൻ ഈ ജാക്കറ്റ് ഇടുന്നത്. അത് നോക്കിയാൽ മതി തണുപ്പിൻ്റെ കാഠിന്യം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. മറ്റ് ജാക്കറ്റുകളൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എക്സ്ട്രീം തണുപ്പത്തെ പ്രശ്നമാണ്. നേരെ മറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കെ ഞാൻ ഇവിടുന്ന് ഒരു 600 കിലോമീറ്റർ മാറിയുള്ള നമ്മുടെ തജിക്കിസ്ഥാനിൽ ദുഷാംബയിലൊക്കെ ഞാൻ ജാക്കറ്റ് പോലും മര്യാദയ്ക്ക് ഇടാതെ നടന്നത് ഒരു ദിവസം. എത്ര പെട്ടെന്നാ സമയം മാറുന്തോറും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ എന്താ സംഭവം എന്നറിയില്ല. എന്തൊക്കെയോ പാർക്കോ മോണുമെന്റോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു. അവിടെ എവിടെയോ ആണ് എൻ്റെ ഹോട്ടല്.
ആ ഭാഗത്തേക്ക് നമുക്ക് ഈ പാർക്കിൽ കൂടെ കയറി ഷോർട്ട് കട്ട് എടുത്ത് പോവാം. സമയം ഇപ്പോൾ 2 മണിയായതേ ഉള്ളൂ, ഇരുട്ടി തുടങ്ങി. അയ്യോ, അങ്ങനെ നടന്ന് ഹോട്ടലിനെടുത്തി ഒരു പരുവായി. പെട്ടെന്ന് അങ്ങോട്ട് തണുപ്പ്, ഭയങ്കരമായിട്ട് തണുപ്പ് കയറി വന്ന് സംഭവം മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നു അതുപോലെ. അപ്പോൾ തുർക്ക്മെനിസ്ഥാൻ വീഡിയോ, ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് കസാഖിസ്ഥാനിലേക്ക് പോവുകയാണ്. അവിടെ പോയാലേ നമുക്ക് റഷ്യയിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ആ ഒരു ജോഗ്രഫിക്കൽ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ 22 മണിക്കൂർ വരുന്ന ട്രെയിൻ യാത്രയാണ്. ഞാൻ ഒറ്റയ്ക്ക് മടുത്ത് പണ്ടാരം അടങ്ങും. ട്രെയിനിൽ നല്ല കൂട്ടുകാരൊക്കെ, ഇന്നലത്തെ ട്രെയിനിലെ പോലെ പിള്ളേരെയൊക്കെ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരെ കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ചടച്ചു പോവും. അപ്പോൾ നാളെ ആ ഒരു സോവിയറ്റ് ട്രെയിനിൽ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളായിരിക്കും വീഡിയോ മിക്കവാറും. കാരണം 24 മണിക്കൂർ ട്രെയിനിലായിരിക്കുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ see you guys tomorrow with another video. സോവിയറ്റ് ട്രെയിനിലെ ഒറ്റ യാത്ര കൊടും തണുപ്പത്ത് നമ്മുടെ കാസ്പിയൻ സീയുടെ അടുത്തേക്ക്. അയ്യോ, ബൈ. നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബൈ.